നമസ്കാരം. നല്ലൊരു ബിരിയാണി കഴിച്ചു, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു, സദ്യ കഴിച്ചു ഒക്കെ കഴിയുമ്പോൾ വളരെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുക? ഒരുപാട് ഗ്യാസിനെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സുകളുണ്ട്. എന്നാലും നമ്മളിങ്ങനെ ഫുഡ് കഴിച്ച് ഉണ്ടായിട്ടുള്ളതായുള്ള ഗ്യാസ്, അതായത് അതൊന്ന് നമുക്കൊരു വയറൊക്കെ ഒന്ന് സ്തംഭിച്ച് വീർത്ത പോലെ നിറച്ച ആഹാരം കഴിച്ച് കഴിയുമ്പോൾ വന്നിട്ടുള്ള അങ്ങനത്തെ കേസിലുള്ള ഗ്യാസിന് ഏറ്റവും നല്ലൊരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഏറ്റവും നല്ലൊരു ടിപ്പാണ് അയമോദകം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മേടിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് അയമോദകം. അയമോദകം ഒരു സ്പൂൺ അയമോദകം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നല്ലോണം ഒന്ന് ചൂടാക്കി അതിനൊരു മണം വരണം, പുറത്തേക്ക് ആ ഒരു മണം വരണം. ആ ഒരു പാകം വരെ ചൂടാക്കണം, കരിയിക്കാൻ പാടില്ല. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് വറ്റിച്ചെടുത്ത് ഒരു ഗ്ലാസ്സാക്കി വറ്റിക്കുക. ഈ വെള്ളം കുടിക്കുന്നത് ഒരു വിധത്തിൽപ്പെട്ടിട്ടുള്ള ഗ്യാസിനും വയറിൻ്റെ സ്തംഭനത്തിനും നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദഹനത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീടുകളിൽ എന്തായാലും ഒരു ഗൃഹവൈദ്യം പോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ അയമോദകം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.